ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ പത്തരമാറ്റുള്ള നയനയുടെയും ആദർശിൻ്റെയും ഇന്നത്തെ കഥയിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ കനക എല്ലാം കണ്ടുകൊണ്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. കുറേ നേരമായി ഈ പെണ്ണുമ്പിള്ള ഇങ്ങനെ നോക്കി നിൽക്കുന്നത് കണ്ടിട്ട് ഓട്ടോക്കാരൻ പറയുന്നുണ്ട്, ചേച്ചി ഇതെന്ത് നോക്കിയിരിക്കുക, ചേച്ചി അമ്പലത്തിൽ പോകുന്നില്ലേ, വെറുതെ എന്നെ കൊണ്ടുവന്നതാണോ, ഒന്ന് മിണ്ടാതെ ഇരിക്കി ചെക്കാം. എന്തായാലും പൂജയൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുക കേട്ടോ. ഇനി മോനെ മരുമോളെ അകറ്റാനുള്ള പൂജയാണോ? ഏയ്, അങ്ങനെയാണ് ഏറ്റവും ഇടൂലല്ലോ. ഇതൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. എന്തായാലും ഇവരെ തന്നെ വീക്ഷിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അമ്മ ഏത്ത ഇടുവൊക്കെ, അതായത് ദേവയാനി ഏത്തമൊക്കെ ഇടുവാണ്. അപ്പം അമ്മ ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ എന്ന് മോൾ അതായത് നയനെ ഇങ്ങനെ ചോദിക്കുക. അമ്മയ്ക്ക് ഇതിൻ്റെ ആവശ്യമുണ്ടോ എന്നിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും പൂജാരി പറഞ്ഞു, എന്തായാലും അമ്മയുടെ ആഗ്രഹമല്ലേ, ചെയ്യട്ടെ. ഇതുകൊണ്ട് ഗുണം മോൾക്ക് തന്നെയാണ്. ഇനി രണ്ടാളും പിണങ്ങി പിരിയില്ല ഒരു കാരണവശാലും. അതോർത്ത് പേടിക്കണ്ട, ദേവി അതിനെ സമ്മതിക്കില്ല. ആ ഉറപ്പ് ഞാൻ തരാം. അപ്പം അല്ലെങ്കിലും എനിക്കിനി എൻ്റെ മോളെ പിരിഞ്ഞിരിക്കാൻ പറ്റില്ല തിരുമേനി എന്ന് ദേവയാനി പറഞ്ഞപ്പോൾ ഇതിനപ്പുറം മരുമോൾക്ക് എന്താ കേൾക്കേണ്ടത്? എന്തായാലും നയന തലക്കൊഴിഞ്ഞ് പൈസ കൊടുക്കുകയാണ്. മാത്രമല്ല തൻ്റെ ആദ്യ ശമ്പളമാണെന്നും പറഞ്ഞിട്ട് അതിലൊരു വിഹിതം പൂജാരിക്ക് ദക്ഷിണയായിട്ട് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മുടെ നയനയും ദേവയാനിയും അവിടെ നിന്ന് പതുക്കെ കയറി വരും. അപ്പോഴേക്കും ഓട്ടോയിലേക്ക് കയറി ഒളിച്ചിരുന്നു കനക. ഓട്ടോയെ കടന്നിട്ടാണ് നയനും ദേവയാനി അങ്ങോട്ടേക്ക് പോകുന്നത്. എന്തായാലും രണ്ടാളും വണ്ടിയിലേക്ക് കയറി കഴിഞ്ഞപ്പോഴേക്കും കനക ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അതിനുശേഷം കനക അമ്പലത്തിലേക്ക് ഇറങ്ങി ചെല്ലുന്നുണ്ട്. പൂജാരിയോട് കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിക്കണം. അതിന് വേണ്ടിയിട്ട് മോളുടെ അമ്മായിയമ്മയും കൂടി ഇപ്പം അങ്ങ് പോയതേ ഉള്ളൂ. ഞാൻ കണ്ടായിരുന്നു. എന്താ തിരുമേനി അവർ പറഞ്ഞത്? ആരോടും പറയണ്ടെന്നാ മോളുടെ അമ്മായിയമ്മ പറഞ്ഞത്. അയ്യോ, ഞാനെല്ലാം കണ്ടല്ലോ, അപ്പം തിരുമേനിക്ക് പറയാലോ. വേറൊന്നും കണ്ടല്ല തിരുമേനി, ഉഗ്രമൂർത്തിയല്ലേ ഇവിടെ ഉള്ളത്. എൻ്റെ മോളെ കൊണ്ടുവന്ന് അവളുടെ അമ്മായിയമ്മ വല്ല നേർച്ചയോ പൂജയോ നേർന്നോന്നാ എനിക്ക് പേടി. കണ്ടിട്ട് അങ്ങനെയാണോ തോന്നിയത്? മനസ്സിനകത്തൊരു ഭയം പോലെ. അതെ, അമ്മായിയമ്മയ്ക്ക് സ്വന്തം തെറ്റും മനസ്സിലായി, മരുമകളുമായിട്ട് കൂട്ടായി. ഇനി അവരെ പിരിക്കാൻ പറ്റില്ല. അതെ, ഞാൻ ഇത് പറഞ്ഞു എന്ന് പറഞ്ഞ് അവരോട് പോയി ചോദിക്കാൻ നിൽക്കണ്ട. എന്നിൽ അവർക്കുള്ള വിശ്വാസം നഷ്ടപ്പെടും. ഇല്ല തിരുമേനി, ഒരിക്കലും ഞാൻ തിരുമേനിയെ പ്രതിയാക്കില്ല. അല്ലെങ്കിൽ തന്നെ ഇത് എത്ര നാൾ മൂടി വയ്ക്കാം. എന്തായാലും നല്ല കാഴ്ചയല്ലേ കണ്ടത്. ദേവിയോട് നന്ദി പറഞ്ഞോളൂ. ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ നയനയും ദേവയാനിയും കൂടിയിട്ട് ഒരു പൂക്കടയിലേക്കാണ് പോയത്. ആദർശ് നയനയെ എപ്പോഴും പൂ മേടിക്കാറുള്ള പൂക്കടയിൽ. അങ്ങനെ ചെന്നപ്പോൾ തന്നെ നയനയെ അവർക്ക് മനസ്സിലായി, ഇന്ന് ഭർത്താവ് കൂടെ ഇല്ലേ? ഇല്ല. അല്ല, ഇതാരാ കൂടെ? ഇത് ഒരു ആൻറ്റിയാ എന്നാണ് ദേവയാനി പറഞ്ഞത്. ഞാൻ മോളുടെ ഒരു ആൻറ്റിയാ. എന്നിട്ട് എനിക്ക് പൂ വേണമെന്ന് പറഞ്ഞിട്ട് പൂ മേടിക്കുകയാണ്. 500 രൂപ കൊടുത്തിട്ട് ബാക്കി വേണ്ടാന്ന് പറഞ്ഞു. അതെ, മോളുടെ കൂടെ സാറ് വന്നാലും ഇങ്ങനെ തന്നെയാണ്, ബാക്കി വേണ്ടാന്ന് പറയും. ആ ഇനത്തിൽ ഒരുപാട് കൊടുക്കാനുണ്ട്. അതെ, ഈ പൂ ഒന്ന് മുറിച്ച് 2 ആക്കി തരാവോ എന്ന് ചോദിച്ചു. അങ്ങനെ മുല്ലപ്പൂ മുറിച്ച് 2 ആക്കി കൊടുക്കുക കേട്ടോ. മുല്ലപ്പൂ കാണുമ്പോൾ കൊതിയാവും. എന്ത് രസമല്ലേ. എല്ലാവർക്കും ഇഷ്ടമാണോ മുല്ലപ്പൂ തലയിൽ ചൂടാനായിട്ട്? മുല്ലപ്പൂ തലയിൽ ചൂടാൻ ഇഷ്ടമുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ ലൈക്കും ചെയ്യണം. അവൾക്ക് മുല്ലപ്പൂ തലയിൽ ഇങ്ങനെ ചൂടി കൊടുത്തുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. അത് ആ തലയിൽ കിടക്കണ കാണാൻ തന്നെ എന്ത് ഭംഗിയാണ്. അത് നമ്മുടെ കനകയാണെങ്കിൽ പതുക്കെ വണ്ടിയും കൊണ്ടുവന്ന് ഇവർ വണ്ടി നിർത്തിയിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുക. ഓട്ടോക്കാരാണെങ്കിൽ ബഹളം വയ്ക്കുന്നുണ്ട്, സമയം പോകുമെന്നും പറഞ്ഞ്. എടാ, ആ അമ്പലത്തിൽ വെച്ച് കണ്ടുവരാ നിൽക്കണത്, അതിനെന്താ? എടാ, അതൊന്നും പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവത്തില്ലടാ. ചേച്ചി, ഞങ്ങളെന്നാ പോട്ടെ, പോയിട്ട് വരാമെന്ന് പറ, എങ്കിലല്ലേ എനിക്ക് മെച്ചമുള്ളൂ. അങ്ങനെ അമ്മായിയമ്മയും മരുമോളും കൂടെ വണ്ടിയെ കയറി അങ്ങ് പോവുക. കരളിൻ്റെ കഥ അമ്മായിയമ്മ അറിഞ്ഞു, അതുകൊണ്ടാണ്. എന്തായാലും പതുക്കെ ആ പൂക്കടയിലേക്ക് കനകയും ചെല്ലാണ്. അതെ, ഒരു 3 മുഴം മുല്ലപ്പൂ വേണം എന്ന് പറഞ്ഞ് മുല്ലപ്പൂ മേടിച്ചു. അതെ, ഇപ്പോൾ പോയവർ ഇവിടെ സ്ഥിരമായി വന്ന് മുല്ലപ്പൂ മേടിക്കാറുണ്ടോ? ആ കൊച്ചു അതിൻ്റെ കെട്ടിയോനും ഇവിടെ വന്ന് മേടിക്കാറുണ്ട്. കൂടെ ഉണ്ടായിരുന്ന സ്ത്രീ ആദ്യമായിട്ടാണ് വരുന്നത്. എന്നാ കേട്ടോ, ഇനി അവർ സ്ഥിരമായിട്ട് വരും. അത് സന്തോഷം. അതെങ്ങനെ അറിയാം? അതൊക്കെ എനിക്കറിയാം. ഒരു ജോത്സ്യനെ കണ്ടപ്പോൾ ജോത്സ്യന് പറഞ്ഞായിരുന്നു, കച്ചവടം നന്നായിട്ട് നടക്കുന്ന, എൻ്റെ വ്യാഴോ ശനിയോ ഏതാണ്ടൊക്കെ മാറിയെന്ന്. എന്തായാലും മുല്ലപ്പൂക്കെ മേടിച്ചുകൊണ്ട് കനക പോകാൻ തുടങ്ങുകയാണ്. ഓട്ടോക്കാരനോട് പൊക്കോളാൻ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും വണ്ടി കയറിയിട്ട് ഇനി പോ എന്ന് പറഞ്ഞപ്പോഴേക്കും പോകാനൊക്കെ കൊള്ളാം, ഇനി എവിടെയെങ്കിലും നിർത്തേണ്ടി വരുമോ? നിർത്തണമെങ്കിൽ നിർത്താം, ഞാൻ പൈസയല്ലേ തരുന്നത്. അതെ, വെയിറ്റിംഗ് ചാർജ് ഇങ്ങോട്ട് തരണം. അയ്യോടാ, അതിന് നീ വെയിറ്റ് ചെയ്തില്ലല്ലോ, കൂടുതൽ വെയിറ്റ് ഒന്നും എൻ്റെ അടുത്ത് എടുക്കണ്ട. പോടാ ഇറക്കാം എന്നും പറഞ്ഞുകൊണ്ട് കനക വണ്ടി കയറിയിരുന്നു.
അങ്ങനെ നമ്മുടെ നയനിയും ദേവയാനിയും കൂടെ മുന്നാലെ കാറിൽ ഇങ്ങനെ പോകുന്നു. പിന്നാലെ ഓട്ടോയിൽ കനക വരുന്നു കേട്ടോ. അപ്പോൾ ഒരു സ്ഥലത്ത് എത്തിക്കഴിഞ്ഞപ്പോഴേക്കും പതുക്കെ വണ്ടി അങ്ങോട്ട് നിർത്താനായിട്ട് ദേവയാനി പറഞ്ഞു. വണ്ടി നിർത്തി നയനയും ദേവയാനിയും പുറത്തേക്ക് ഇറങ്ങി. അതേ മോളൊരു കാര്യം ചെയ്യുക, അച്ഛനും അമ്മയ്ക്കും ആദ്യത്തെ ശമ്പളം അച്ഛനും അമ്മയ്ക്കും കൊടുക്കണ്ടേ, അത് കൊണ്ടുപോയി കൊടുത്തിട്ട് പെട്ടെന്ന് ഇങ്ങോട്ട് വാ, ഞാനിവിടെ വെയിറ്റ് ചെയ്യാം. ഡ്രൈവർ അല്ലെങ്കിൽ മോളുടെ വീട്ടിലാക്കും, ഞാനിവിടെ നിന്നോളാം. അപ്പോഴേക്കും പറഞ്ഞു അത് വേണ്ട, ഞാനൊരു ഓട്ടോയ്ക്ക് പോകാം, അമ്മ ഇവിടെ വഴിയിലൊന്നും വെയിറ്റ് ചെയ്യണ്ട, അമ്മ കാറിലിരുന്നാൽ മതി. അങ്ങനെ ഒരു ഓട്ടോ വരുന്നത് കണ്ടിട്ട് നയനിയും ദേവയാനിയും കൂടെ കൈ നീട്ടുകയാണ്. അപ്പോഴേക്കും കനക പറഞ്ഞു, കനക വന്ന ഓട്ടോയാട്ടോ അത്, നിർത്ത് അങ്ങോട്ട് പോവല്ലേ ചെറുക്കോന്നും പറഞ്ഞ്. അപ്പോൾ ഇതെന്തോ വലിയ ശല്യമായല്ലോ എന്ന് ഓട്ടോക്കാരൻ പറയുന്നുണ്ട്. അതേ, നിനക്ക് എത്ര രൂപ വേണേലും ഞാൻ തരാം, നീ ഒന്ന് നിർത്ത്. അങ്ങനെ ആ വണ്ടി അവിടെ ഒതുക്കി കേട്ടോ. ഇതെന്താ വണ്ടി കുറേ അങ്ങോട്ട് മാറി ഒതുക്കിയത് എന്ന് ദേവയാനിയും നയനയും കൂടി ഇങ്ങനെ മനസ്സിലോർക്കുക. അപ്പോഴേക്കും വേറൊരു ഓട്ടോ വന്നു. വേറൊരു ഓട്ടോ വരുന്നുണ്ട്, എന്നാൽ അതിനകത്ത് പോകാമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ദേവയാനി കൈ നീട്ടി. അങ്ങനെ നയനയും ആ ഓട്ടോയ്ക്കകത്ത് കയറി പോവുക. ദേവയാനിയോട് പറഞ്ഞു, അമ്മേ ഒരു കാര്യം ചെയ്യാം, അമ്മ ഇവിടെ നിന്നോ, ഞാൻ പെട്ടെന്ന് പോയിട്ട് വരാട്ടോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് നയനെ അവിടെ നിന്ന് പോകുന്നത്. എന്തായാലും കനക ഇതൊക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണല്ലോ. അങ്ങനെ ഓട്ടോയിൽ നയന വീട്ടിലേക്ക് ചെന്നു, അച്ഛനരികിലേക്ക് ചെന്നു. ഇതെന്ത് പറ്റി മോളെ? എന്ത് പറ്റി? പതിവില്ലാതെ ഇത് അമ്പലത്തിലൊക്കെ പോയിട്ടുണ്ടല്ലോ. ഞാൻ നമ്മുടെ പ്രായശ്ചിത്ത പൂജ ചെയ്യുന്ന കാവില്ലേ, അവിടെ പോയിട്ടാണ് വരുന്നത്. അതിന് മോൾ എന്ത് തെറ്റാ ചെയ്തത്? തെറ്റ് ചെയ്യാത്തവരാരാ ഉള്ളത് വെച്ചാൽ നമുക്കറിയില്ലല്ലോ, അറിഞ്ഞോ അറിയാതെയോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന്. അത് പൊറുക്കണേന്ന് പറയാനാ പോയത്. അമ്മ എവിടെ? അമ്മ പുറത്തേക്ക് പോയതാ, അമ്പലത്തിൽ പോന്നു എന്നാണ് പറഞ്ഞത്. അപ്പോഴേക്കും നമ്മുടെ കനക വന്നു കേട്ടോ. ഒന്നായതിന് മോളേന്ന് വിളിച്ചുകൊണ്ട് ഭയങ്കര സന്തോഷത്തിൽ ഇവളെ തന്നെ നോക്കി. ആ സന്തോഷം മറച്ചു വയ്ക്കാൻ പറ്റുന്നില്ല കേട്ടോ. ആ സന്തോഷത്തിൽ ഇങ്ങനെ ഇവളെ തന്നെ നോക്കി നിൽക്കുക ചിരിച്ചോണ്ട്. അമ്മ എന്താ ഇങ്ങനെ നോക്കുന്നേ? ഒന്നുമില്ല. മോളെന്താ പെട്ടെന്ന് ഇങ്ങോട്ട് വന്നേ? നന്ദുവിന് ചിക്കൻ ബോക്സ് ആയതുകൊണ്ട് അത് മാറിയിട്ട് ഇങ്ങോട്ട് വന്നാൽ മതി എന്ന് ഞാൻ പറഞ്ഞതല്ലേ. അതിങ്ങോട്ട് വരേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു, അതുകൊണ്ട് വന്നതാ. അതെ, രണ്ടാളും ഒന്നിച്ച് ഈ പൈസ അങ്ങോട്ട് വാങ്ങിച്ചേ. ഇതെന്തിനാ മോളെ? അതെ, മൂർത്തി ജ്വല്ലറി ഡിസൈനറായിട്ട് ഞാൻ ജോലിക്ക് കയറിയിട്ട് 1 മാസമായില്ലേ, ഇതെൻ്റെ ആദ്യത്തെ ശമ്പളമാണ്. എന്തിനാ മോളെ ഇതൊക്കെ? ഞങ്ങൾക്ക് ആദ്യ ശമ്പളം അച്ഛനും അമ്മയ്ക്കും തരണം എന്നാണ് ഞാൻ വിചാരിച്ചത്. ഇത് വേണ്ടെന്ന് പറയല്ലേ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും പതുക്കെ ഗോവിന്ദൻ എഴുന്നേറ്റു. അങ്ങനെ നമ്മുടെ നായന ഗോവിന്ദനും കനകയ്ക്കും അതങ്ങോട്ട് കൊടുക്കുക. ഇത് ആദർശിന് കൊടുത്താൽ പോരായിരുന്നോ? ആദർശേട്ടന് ആ ശമ്പളം തന്നത്, അപ്പം പിന്നെ ആദർശേട്ടന് തന്നെ എങ്ങനെയാണ് തിരിച്ചു കൊടുക്കുക? അതെ, ഇതിനകത്ത് 1000 രൂപ എടുക്കാം, ബാക്കി മോള് വെച്ചോ എന്ന് പറഞ്ഞു തിരിച്ചു കൊടുക്കുക കേട്ടോ. കല്യാണം കഴിഞ്ഞാൽ പിന്നെ ഭർത്താവും നിങ്ങൾക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങളുമാണ് നിങ്ങളുടെ കുടുംബം. മോളുടെ സമ്പാദ്യം അതിലേക്ക് കരുതി വെക്കണം. ഈ വീട് ഞങ്ങളുടെ പേര് വാങ്ങിച്ചു തന്നത് ആദർശ. എത്രയോ സഹായങ്ങൾ, അതിൻ്റെ കൂടെ മോളുടെ ഉണ്ടാക്കി തരുന്ന കാശ് കൂടി ഞങ്ങൾക്ക് തരുന്നത് അത് മോശമോ മോളെ എന്ന് പറഞ്ഞപ്പം, എല്ലാ മാസത്തെ അല്ലല്ലോ, ഇത് ആദ്യ ശമ്പളം ആയതുകൊണ്ടല്ലേ അച്ഛാ, അതുകൊണ്ടല്ലേ തന്നത്. അതെ, ഇത് മോൾ ആദർശിന് കൊടുക്കണ്ട. മോളുടെ ആദ്യ ശമ്പളം ആർക്കാ കൊണ്ട് കൊടുക്കണ്ടേന്ന് മോൾക്ക് അറിയോ? മോളുടെ അമ്മായിയമ്മയുടെ കയ്യിലാണ് മോൾ കൊണ്ട് കൊടുക്കേണ്ടത്. അതിന് ഞാനിത് കൊണ്ട് കൊടുത്ത അമ്മ വാങ്ങിക്കില്ലല്ലോ. എന്തായാലും മോൾ ഇത് ആദർശിൻ്റെ അമ്മയ്ക്ക് കൊടുക്കുന്നതിൽ തെറ്റില്ല. അവർ വാങ്ങിക്കോ ഇല്ലയോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. ഇപ്പം കനക പറഞ്ഞ പോലെ ചെയ്യുക വേണ്ടത്. അപ്പോൾ ഈ പൈസയൊക്കെ കൂടി അമ്മ എൻ്റെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞാലോ എന്നൊക്കെ നയന ചോദിക്കുക. അപ്പോൾ കനക പറഞ്ഞു, അങ്ങനെയൊന്നും സംഭവിക്കില്ല. ആദർശേട്ടൻ്റെ അമ്മയുടെ സ്വഭാവം അമ്മയ്ക്കറിയാലോ. ഇപ്പോഴും എന്നോട് വലിയ ലോഹ്യമൊന്നും ഇല്ല. എന്നാലും പഴയതുപോലെ മോളെ പിണക്കാൻ എനിക്ക് താല്പര്യമൊന്നും കാണില്ല. അല്ലേ പിന്നെ മോളെ വിളിക്കുമായിരുന്നോ? അതിവിടെ വന്ന് വിളിച്ചത് എന്തുകൊണ്ടാണെന്ന് അറിയാലോ. ആദർശേട്ടൻ എന്നെ കാണാതിരിക്കാൻ പറ്റില്ലാത്തത് കൊണ്ടാണ്, അല്ലാതെ ഇപ്പോഴും സ്വഭാവത്തിന് വലിയ മാറ്റമൊന്നുമില്ല. എടി മോളെ, എല്ലാത്തിനും സാക്ഷിയായ എൻ്റെ മുന്നിൽ തന്നെ ഇനി നിനക്ക് ഈ അഭിനയം വേണോ? കനകെ, മോള് ചൂടേറ്റ് വന്നതല്ലേ, മോൾക്ക് കുടിക്കാൻ എന്തെങ്കിലും കൊടുത്തേ. അതെ, ഒന്നും വേണ്ട, ഞാൻ പെട്ടെന്ന് തിരിച്ചു ചെല്ലാമെന്ന് ആദർശേട്ടനോട് പറഞ്ഞിട്ടാണ് വന്നത്. ആദർശ് മോൻ മോളെ കാത്തിരിക്കുമായിരിക്കൂലേ? എന്നാൽ പിന്നെ ഞാൻ നിർബന്ധിക്കുന്നില്ല. അതെ, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങൾ ചോദിച്ചോളാം. അതെ, ഞാൻ വന്നു എന്ന് നന്ദുവിനോടൊന്ന് പറഞ്ഞേക്കണം കേട്ടോ. അതെ മോളെ, മുല്ലപ്പൂക്ക് ഒരുപാട് തലേ വെച്ചിട്ടുണ്ടല്ലോ. ഇത് മോള് മേടിച്ചതാണോ അത് ഭർത്താവ് മേടിച്ച് തലേ ചൂടി തന്നതാണോ? അത് ആദർശേട്ടൻ വാങ്ങിച്ചു തന്നതാ. വിശ്വസിച്ചു എന്ന് കനക ചിരിച്ചുകൊണ്ട് മനസ്സിലോർക്കാണ്. എന്നാൽ ശരി മോളെ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നയനെ അങ്ങ് പോവാണ്. എന്തായാലും കനകയ്ക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. മോൾക്ക് ഒരു ഗ്ലാസ് വെള്ളം പോലും കൊടുക്കാതെ പറഞ്ഞു വിട്ടില്ലേ, മോശമായി പോയി. നയന മോൾക്ക് വെള്ളം മേടിച്ചു കൊടുക്കാനൊക്കെ ഇപ്പം ആൾക്കാരുണ്ട്.
അപ്പോൾ അതെന്താ നീ അങ്ങനെ പറഞ്ഞത്? എൻ്റെ പൊന്നു ഗോവിന്ദേട്ട, നമ്മളെയൊക്കെ കഴുതകളാക്കിക്കൊണ്ടിരിക്കുക. ഒരിക്കലും നമ്മളെ പറ്റിക്കാത്ത നമ്മുടെ മോള്. അതെന്താ മനസ്സിലായില്ല? എനിക്കെല്ലാം മനസ്സിലായി. ഇന്ന് ഞാൻ പോയതേ നമ്മുടെ പ്രായശ്ചിത്തക്കാവിലേക്കാ. മോളും അവിടെ പോയിട്ട് വന്നു എന്ന് പറഞ്ഞല്ലോ. അതെ, അവിടെ പോയിട്ട് തന്നെയാണ് മോളും വന്നത്. ഞാൻ കണ്ടു. അതുകൊണ്ടാണ് മോളുടെ ഇപ്പോഴത്തെ ആക്ടിങ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. ഇതെന്തുവാടി നീ പറയണത്? കാര്യം തുറന്നു പറ. അങ്ങനെ ആക്ട് ചെയ്യുന്ന ആളൊന്നും അല്ല നമ്മുടെ മോള്. അതെ, ഡിസൈനിങ് മാത്രമല്ല, അഭിനയത്തിലും നമ്മുടെ മോള് കഴിവ് തെളിയിച്ചുകൊണ്ടിരിക്കുക. അതിനെയൊക്കെ നന്നായിട്ട് അഭിനയിക്കുന്നുണ്ട് വേറൊരാൾ. അതാരാ? ദേവയാനി, ആദർശ് മോൻ്റെ അമ്മ. എൻ്റെ ഗോവിന്ദേട്ടാ, ഞാൻ പ്രായശ്ചിത്തക്കാവിലേക്ക് ഓട്ടോയിൽ പോയപ്പോഴേ അവിടെ ഒരാൾ പ്രായശ്ചിത്തം ചെയ്തുകൊണ്ട് നിൽക്കുക. വേറെ ആരുമല്ല, ആദർശ് മോൻ്റെ അമ്മ ദേവയാനി. അവരെന്തിനാ പ്രായശ്ചിത്തം ചെയ്യുന്നത്? അവരേറ്റവും കൂടുതൽ തെറ്റിയത് ആരോടാ? നമ്മുടെ നയനമോളോടല്ലേ. അതുകൊണ്ട് ദേവിയുടെ നമ്മുടെ മോളുടെ മുന്നിൽ വെച്ചിട്ട് അവരെ ഏത്തവിട്ടത്. നീ സത്യമാണോ പറഞ്ഞത്? എൻ്റെ പൊന്നു ഗോവിന്ദേട്ട, ഞാൻ നേരിക്കണ്ട കാഴ്ചയല്ലേ ഗോവിന്ദേട്ട ഞാൻ ഈ പറഞ്ഞത്. എന്നിട്ട് നീ മോളോടത് പറഞ്ഞില്ലാത്തേ? അതെന്തിനാ പറയുന്നത്? ഇത്രയും ദിവസം അവൾ നമ്മളെ പറ്റിച്ചില്ലേ? ആദർശമോൻ്റെ അമ്മ പറ്റിച്ചില്ലേ? അതുകൊണ്ട് ഇത് എടുത്തടിച്ച പോലെ പറയണ്ട. അവരുടെ അഭിനയമൊക്കെ കണ്ട് രസിക്കാം. നാടകം എവിടെ വരെ പോകുന്നു നമുക്കൊന്ന് അറിയാമല്ലോ. അപ്പം അമ്മായിയമ്മയ്ക്കൊപ്പം മരുമോള് പ്രായശ്ചിത്തക്കാവിൽ പോയ ശേഷമാണോ മോൾ ഇങ്ങോട്ട് വന്നത്? അതേന്നേ, അവർ കാവിന്ന് നേരെ പോയത് മുല്ലപ്പൂ വാങ്ങിക്കാനാ. അവിടുത്തെ കാഴ്ചയെ ഞാൻ നേരിട്ട് കണ്ടു. മരുമോളുടെ തലയിൽ പരസ്യമായിട്ട് അമ്മായിയമ്മ മുല്ലപ്പൂ വെച്ച് കൊടുക്കുക. എനിക്കിതൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇത് ഗോവിന്ദേട്ടാ, ഞാനും ആദ്യം സ്വപ്നമാണെന്നാണ് ഓർത്തത്. പിന്നെ ഈ ചുട്ടുപൊള്ളുന്ന വെയിലത്ത് ആരേലും സ്വപ്നം കാണുമോ? മരുമോൾക്ക് മുല്ലപ്പൂ വെച്ച് കൊടുത്തിട്ട് അവളെ ഇങ്ങോട്ട് സ്നേഹത്തോടെ അമ്മായിയമ്മ തന്നെ ഓട്ടോയിൽ കയറ്റി വിട്ടത്. ഇപ്പം അവിടെ കാത്തു നിൽക്കായിരിക്കും മരുമോളെ. അങ്ങനെയുള്ളപ്പോൾ വെള്ളം കുടിക്കാനുള്ള സമയം നമ്മൾ ദയന മോൾക്ക് കാണുമോ? കൊള്ളാലോ കനകേ. എൻ്റെ ഗോവിന്ദേട്ടാ, നമ്മുടെ മോൾ അമ്മായിയമ്മയ്ക്ക് കരൾ കൊടുത്ത കഥയൊക്കെ എങ്ങനെയോ അറിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ സ്നേഹം ഇപ്പോൾ അവർക്ക് നമ്മുടെ മോളോടുണ്ട്. അത് ദൈവം എനിക്ക് നേരിട്ട് കാണിച്ചു തന്നതാ. പ്രായശ്ചിത്തക്കാവിലെ ദേവിയെ ചില്ലറക്കാരിയല്ല, സത്യങ്ങൾ കൺമുൻപിൽ കാണിച്ചു തരുന്ന ദേവിയാ. നീ പറഞ്ഞത് ശരിയാ. നാടകം കളിക്കാനറിയാത്ത, കള്ളം പറയാത്ത മകള് നമ്മുടെ മുന്നിൽ അഭിനയിച്ചപ്പോൾ നമ്മളും അഭിനയിക്കുന്നത് തെറ്റുന്നില്ല. എന്നാൽ പിന്നെ നമ്മളും അങ്ങോട്ട് അഭിനയിച്ച് തകർക്കാൻ പോവാ എൻ്റെ ഏട്ടാ. നന്ദൂട്ടനോട് ഈ വിവരം ഒന്ന് പറയട്ടെ. അസുഖത്തിനിടയിൽ അവൾക്കിത് വലിയ സന്തോഷമായിരിക്കും. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ദേവയാനി കപ്പിൽ നിന്നും ഈ ഒരു പ്ലേറ്റിനകത്തേക്ക്, പ്ലേറ്റല്ല കപ്പ് സോസറുമില്ലേ, അതിൻ്റെ ആ സോസറിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് നയനയ്ക്ക്. നയന അത് ഊതി ഊതി കുടിക്കുകയാണ്. ആ ഒരു സീനിലൂടെ ആട്ടോ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. നമ്മുടെ ദേവയാനിയാണ് നല്ല സുന്ദരിയായിട്ട് ഒരുങ്ങിയിരിപ്പുണ്ട്. ദേവയാനി ഈ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞാൽ പിന്നെ വലിയ മാലയൊന്നും ഇട്ട് കണ്ടിട്ടില്ല. പക്ഷേ ഇതിനകത്ത് നല്ല അടിപൊളി മാലയൊക്കെ ഇട്ട് കമ്മലൊക്കെ ഇട്ട് ഇങ്ങനെ ഇരിക്കുക. ഒരുപക്ഷെ കനകയുടെ സ്വപ്നമായിരിക്കാം. കാത്തിരിക്കാം. സിയോഗി. താങ്ക് യു.